കാർഗിലിൽ ജീവത്യാഗം ചെയ്ത ധീരജവാൻ കെ അജികുമാറിന് നാട്ടിൽ സ്മാരകമൊരുക്കുമെന്ന പ്രഖ്യാപനം 26-ാം വർഷവും യാഥാർത്ഥ്യമായിട്ടില്ല. പൂർവ്വ സൈനികരുടെ സംഘടന സ്ഥലമടക്കം വാങ്ങിച്ചിട്ടും വാഗ്ദാനം നടപ്പിലാക്കാതെ ഒളിച്ചു കളിക്കുകയാണ് തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത്. നേരത്തെ അജിയുടെ വീട്ടിലേക്കുള്ള റോഡിനും പഠിച്ച സ്കൂളിലെ കെട്ടിടത്തിനും അജിയുടെ പേര് നൽകിയിരുന്നു. കാണാം റിപ്പോർട്ട്. ധീരജവാൻ കെ അജികുമാറിന്റെ മരണമില്ലാത്ത ഓർമ്മകളിലാണ് തിരുവനന്തപുരം വെള്ളനാട്ടെ കാരിക്കോണൻ ഗ്രാമവാസികളും കുടുംബവും. അച്ഛനും സഹോദരനും അമ്മാവന്മാരും അടുത്ത ബന്ധുക്കളെല്ലാം സൈനികരായ കുടുംബത്തിൽ ജനിച്ച അജികുമാർ തന്റെ 19-ാം വയസ്സിൽ 1992 ജനുവരി 18-നാണ് മദ്രാസ് റെജിമെന്റിൽ ചേരുന്നത്. 99 ഡിസംബർ 15-ന് 26-ാം വയസ്സിൽ കാർഗിലിൽ വീരമൃത്യു വരിച്ചു. 3 മക്കളിൽ 2 പേരെയും സൈനിക സേവനത്തിനയച്ച ശാന്താകുമാരി അമ്മ 25 വർഷത്തിനിപ്പുറവും മകന്റെ ചിത്രം നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്നു. മകന്റെ സ്മാരകമൊരുക്കുമെന്ന വാഗ്ദാനം നടപ്പിലായില്ലെന്ന വിഷമവും പേറി. വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ അന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ഇതും ഇപ്പോഴും ഇവിടെ എക്സ് സർവീസുകാരൊന്നും അവരും വന്ന് പറഞ്ഞു ഇവിടെ സ്മാരകം കെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഇതുവരെ ഒന്നും ആയില്ല. അവർ സ്ഥലം വാങ്ങിച്ച് കെട്ടുമെന്ന് പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് അവർ ഇപ്പം എക്സ് സർവീസുകാർ ഒരു സ്മാരകം കെട്ടാമെന്ന് പറഞ്ഞ് സ്ഥലം എന്താ വാങ്ങിച്ചൊക്കെ ഇട്ടേക്കണം. അജികുമാറിന് വീട്ടിലൊരുക്കിയ സ്മൃതി കുടീരത്തിനടുത്ത് നിൽക്കുമ്പോൾ കാർഗിൽ യുദ്ധമുഖത്ത് സൈനികനായി പൊരുതിയ സഹോദരൻ അനിൽകുമാറും നടപ്പിലാക്കാതെ പോയ വാഗ്ദാനത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നു. 1999 ഡിസംബർ മാസം 15-ാം തീയതി രാത്രി 7:50 ജമ്മു കാശ്മീരിലെ ഡോഡ ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് പാകിസ്ഥാൻ തീവ്രവാദിയുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിക്കുന്നത്. ഞങ്ങൾ മാറി മാറി വന്ന സർക്കാരിനോട് ഒരു ആവശ്യമേ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അജിയോടുകൂടി വീരമൃത്യു വരിച്ച ലാസ് നായക് സൈമന്റെയും അജിയുടെയും പേരിൽ ഒരു സ്മാരകം വെള്ളനാട് പണിത് ഞങ്ങളുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം മുൻനിർത്തി വെള്ളനാട് ഗ്രാമപഞ്ചായത്തും അതേപോലെ മാറി മാറി വരുന്ന സർക്കാരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ താഴ്മയെ അപേക്ഷിച്ചിട്ടും യാതൊരുവിധമായ സഹകരണം അവരിൽ നിന്നുണ്ടാവുകയോ ഇപ്പോൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഒരു ഫണ്ട് പിരിച്ച് അവരൊരു 4 സെന്റ് ഭൂമി വാങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങളുടെ കൈവശം ഫണ്ട് വന്നാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കാം. ഇപ്പോൾ സ്ഥലം മേടിച്ച് അങ്ങനെ ഇട്ടേക്കെയാണ്. ഒരു ഓഫീസ് കെട്ടാനോ ഒരു സ്മാരകം പണിയാനോ പഞ്ചായത്തിൽ നിന്നോ അല്ലാതെ ഏതൊരുവിധ ഒരു സംഘടനയിൽ നിന്നോ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സാങ്ഷനോ ഒരു അറിയിപ്പോ ഉണ്ടായിട്ടില്ല. മുൻ സൈനികരുടെ സംഘടനാ പ്രവർത്തകർ അനിൽകുമാറിന് സ്മാരകമൊരുക്കാൻ ഒരു തുണ്ട് ഭൂമി വാങ്ങിയിട്ടുണ്ട്. കടം വാങ്ങിയും പിരിച്ചെടുത്തും അവിടെ ഒരു സ്മാരകം പണിയണമെന്നാണ് ആഗ്രഹം. അധികൃതരുടെ അവഗണന പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വെള്ളനാട് ബ്രാഞ്ചിൻ്റെ കീഴിൽ അവരെ സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ പേരിൽ വെള്ളനാട്ടിൽ നിന്ന് ഒരു 4 സെന്റ് തറ വാങ്ങുകയും പക്ഷേ അത് വസ്തു രജിസ്ട്രേഷൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല. കുറച്ച് കാശ് പിരിച്ച് ഇപ്പം ഞങ്ങളുടെ കയ്യിലും കുറച്ച് കാശുണ്ട്. അതൊരു സ്മാരകമായി തീർക്കാനും ഒരു ഓഫീസുമായിട്ട് അത് പണി തീർക്കാനുമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ള ആളുകളും കെട്ടിടം കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്യാമെന്ന്. കഴിഞ്ഞ കാർഗിൽ വിജയ ദിനത്തിൽ അജികുമാർ പഠിച്ച വെള്ളനാട്ടെ സ്കൂളിനെ കെട്ടിടത്തിന് അജിയുടെ പേര് നൽകിയിരുന്നു. സഹപാഠികളുടെയും നാട്ടുകാരുടെ ഇടപെടൽ മൂലം അജിയുടെ വീട്ടിലേക്കുള്ള റോഡിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ്. ജനം, തിരുവനന്തപുരം.